മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയു വേഗം. എവിടെ ഫ്രണ്ടില് നല്ല മാമൂവിൻ മണപോലും കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം കൊടുവിക്കും ഞാൻ. അണി പുലർമഞ്ഞു പൊതിയുന്ന പൂങ്കാവു നീയണിനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയു വേഗം. യേശു ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്നായി വാ. എന്താ അളിയ അളിയൻ പറഞ്ഞോട് നമ്മളത് നടത്തി. നീ എന്തോ നടത്തിന്ന്? നൈസായിട്ടൊക്കെ വിളിച്ചോടി. ഞങ്ങള് കല്യാണം കഴിച്ചു. കണ്ട മാല. കല്യാണം കഴിച്ചത്? കൊച്ചു കള്ളി പ്രാങ്ക് അല്ലേ? എവിടെ ക്യാമറമാനോടെ? ആടാ വാടാ വിളിച്ചിരിക്കാ. എടാ അല്ലടാ, ഞങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചു. അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ട്. കണ്ട ശരിക്കും കല്യാണം കഴിച്ചു? ഇല്ലടാ അവിടെ പറഞ്ഞതുള്ളതാണോ നിങ്ങള്? ആടാ ശരിക്കും ഞങ്ങള് അമ്പലത്തിൽ പോയി കണ്ട കല്യാണം കഴിച്ച് മാലയൊക്കെ ഇട്ട്. അളിയ ഞങ്ങൾക്ക് നീ മാത്രമുള്ള അളിയ എല്ലാത്തിനും. ആ എന്താ കേശു നീ അങ്ങനെ പറയണ? എടാ ഒരാണും പെണ്ണും ഒളിച്ചോടിയാ എന്താണ്ടാവാ? എന്തുണ്ടാവാൻ? ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങൾ അന്വേഷിച്ചു വരും. അന്വേഷിച്ചിറങ്ങിണ്ടാവും. അന്വേഷിച്ച് വരും. കൈ കിട്ടിയാ തച്ചു കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ കിടന്ന് ശവമാവണ്ട. പൊക്കോ പൊക്കോ. എടാ കേശു നീ എന്ത് വർത്താനോടാ പറയുന്നത്? നീ ഇങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞ. ഞങ്ങളുടെ പ്രണയം സഫലീകരിക്കാൻ വേണ്ടി നീ കൂടെ നിൽക്കൂന്നല്ലേ പറഞ്ഞ? എന്റെ പൊന്നു വെച്ച അത് ഞാൻ എന്റെ പൊട്ടമുത്തിക്ക് പറഞ്ഞാണ്. എടാ കേശു നീ ഇപ്പൊ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണേ? നീ എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ നിർത്തണം. എവിടെ? ഇവിടെ എന്റെ വീട്ടില്. ആ ഇതൊന്നും ആരും അറിയാൻ പോണില്ല. ഞങ്ങൾ ഏതെങ്കിലും മുക്കിലോ മൂലയോ പാത്തിരുന്നോളാം. ഇറങ്ങിക്കോ. നടക്കൂല. നീയൊക്കെ എന്റെ സവാട കാണാൻ വന്നേക്കാണ്. പോച്ചേ. എടാ കേശു നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? നീ കോളേജിൽ വലിയ വിപ്ലവമൊക്കെ പറയുമല്ലോ. പ്രണയം ഇല്ലെങ്കിൽ ലോകവും ഇല്ല, പ്രണയിക്കുന്നവരൊക്കെ ഒന്നിക്കണോന്നൊക്കെ. ഞാൻ എപ്പ പറഞ്ഞു? എനിക്ക് അറിഞ്ഞൂടെ. ഒരു മണ്ടത്തരത്തിന് പറയണാണ് ഇതൊക്കെ. അളിയ വാലില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. ജോ ഇല്ലാതെ എനിക്കും പറ്റൂല. നീ വന്നേ. എങ്ങോട്ടാ നീ? അവിടെ പോയിള്ള പോടാ. ഇവിടെ നനങ്ങിയ മണ്ട അടിച്ച് കയറി. നീ വന്നേ. നില്ല്. എന്റെ പൊന്നു കൊച്ചാ നീ ഇതെന്തോ കണ്ടോണ്ടാ? നീ ഇപ്പൊ എന്തോ പറഞ്ഞേ? എടാ ജോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. കൂട്ടുകാരിയാ നോക്കൂല. മണ്ട അടിച്ചപ്പോഴൊക്കെ ഞാൻ കൊച്ചാ അന്ന് നീരവുമായിട്ട് നീ ലൈനായിട്ടിരുന്ന സമയത്ത് ഇത് തന്നെയല്ലേ നീ പറയാറ്? നീരവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന്. എടാ അതിനെ എന്നെ തേച്ചുകൊണ്ട് അവൻ മാൾട്ടയ്ക്ക് പോയില്ലേ? എന്നെ തേച്ചോണ്ടേ അവൻ മാൾട്ടയ്ക്ക് പോയില്ലേ? അവൻ മാൾട്ടയ്ക്ക് പോയെങ്കിൽ നീയും കയറി പോണമായിരുന്നു മാൾട്ടയ്ക്ക്. അവനാള് ശരിയല്ല. അവന് പാട്ടൊക്കെ പാടിക്കണ്ട പെണ്ണുങ്ങളെ വളയ്ക്കലാണ് ജോലി. അവൻ പാട്ട് പാടിയ പെണ്ണുങ്ങളെ വിളക്കുള്ളൂ. എനക്ക് അവൻ ആരെന്നറിയോ? അവൻ പിന്നെ നീ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന. എടാ ജോ പാവടാ. നീരവനെ തേച്ചുകൊണ്ട് പോയില്ലേ? ആ സമയത്ത് എനിക്ക് സാന്ത്വനായിട്ട് ഈ ജോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടാ ഇവൻ എങ്ങനെയെങ്കിലും എന്നെ നോക്കും. കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും എന്റെ ജോ എന്നെ നോക്കും. എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം കേട്ടാ. നീ എന്നെ ഉദ്ദേശിച്ചാടാ? അളിയ എനിക്ക് ബാലമണിയായിട്ട് കുടുംബമായിട്ട് ജീവിക്കണം. അതെടാ ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം. ഈ നാട്ടിൽ തന്നെ? അതെ. നടക്കൂല. എങ്ങോട്ടാന്ന് വെച്ചാ പോക്കണോ രണ്ടെണ്ണോ? എടാ കേശു നീ അങ്ങനെ പറയല്ലടാ. സത്യം പറഞ്ഞാ നീ ഇപ്പൊ ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്താ. നീ ഞങ്ങളെ കൈയൊഴിഞ്ഞ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യോളിയാ? ചെയ്യേണ്ട ആവശ്യം വരില്ല.
എവിടെ തന്തെന്നെല്ലാം തല്ലിക്കൊന്നുള്ളൂ. കളിക്കണാളോ നീയൊക്കെ? കാരണം പറഞ്ഞ മണ്ട അടിച്ചാ പോ. ഹായ് കനകാന്റി. ജോഷുവ നീ എപ്പ എത്തി? ഞാൻ ഇപ്പൊ എത്തിയല്ലേ ചേച്ചി. ആ ഇന്ന് പണിയൊന്നുമില്ലേ? ഇന്ന് ഫ്രീ ചേച്ചി. നീ ഇടയ്ക്കിടയ്ക്ക് ഒരു പണിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നോണ്ടേ ഇവന്റെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടന്നു പോവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കണേ. ഉറപ്പായിട്ട് ചേച്ചി. പണിയവൻ തരുന്നുണ്ട്. ഇത് എന്റെ വകയിലൊരു ഫ്രണ്ടാ. വകയിലൊരു ഫ്രണ്ടാ? വകയിലെ ബന്ധു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് വകയിലെ ഫ്രണ്ട് ആവണം? ഒരു ഫ്രണ്ട്. ഹായ്. ഹായ്. പേരെന്താ? ബാലാമണി PS. ബാലാമണി PS. ചേച്ചി ഞാൻ കേശുവിന്റെ കോളേജിൽ പഠിക്കുന്നതാ. കേശു ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാ അല്ലടാ? അത് ശരി. എന്നിട്ടാണ് നീ വകയിലെ ഫ്രണ്ട് എന്ന് പറഞ്ഞേ? നമ്മളിങ്ങനെ ഫ്രണ്ടിനെ പറയൂലേ? അല്ല ഞാൻ മുമ്പൂടെ വന്നിട്ടുണ്ട്. കനാഡിക്ക് എന്നെ മനസ്സിലായ? ഓ എനിക്ക് നല്ല ஞாபகம் അല്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ചേച്ചി ഉണ്ടായിരുന്നില്ല അല്ലേ? ലച്ചു നീ കുഴിപ്പഴത്തിൽ ഇരുന്ന അകത്തേക്ക് വന്നില്ലേ? വാ. ആ ഞങ്ങൾ അത് തന്നെ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ. ഇല്ല അവരൊന്നുമല്ല പറഞ്ഞോണ്ടിരുന്നേ. ഇവർക്ക് മറ്റേ പോണം. എടാ ഒരു ചായ കുടിച്ചിട്ട് പോവാലോ. ചായ കുടിക്കാനൊന്നും സമയമില്ല. അടുത്ത ട്രെയിൻ ഇവർക്ക് പോവാളോ? ഇവർക്കാ? ആ ഒരുമിച്ചാ? ആ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ച ലൈനാണ്? ലൈനൊന്നുമല്ല. അശ്ലീലം പറയല്ലേ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ലൈനാണോന്നല്ലോ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കാൻ പാടില്ല. ചോദിക്കാൻ പാടില്ലാത്ത കാര്യം ചോദിക്കാൻ ചേച്ചി. ചേച്ചി ഇവിടെ വന്നാൽ ശരിയല്ലോ. ചേച്ചി കയറി പോയി രണ്ടുപേരും പോയി. നിനക്ക് എന്താ ഒരു വെപ്രാളം? എനിക്കെന്ത് വെപ്രാളം? എനിക്ക് വെപ്രാളം ഒന്നുമില്ലല്ലോ. എനിക്ക് അവിടെ വെപ്രാളം ഉണ്ടോ? എനിക്ക് ഇല്ലല്ലോ. ഇല്ല ചോദിച്ചോ പാടാ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട്. വീട്ടിൽ കയറിപ്പോയില്ലേ? ഇല്ല അവൻ കേറൂല. എടാ നിനക്ക് പോയിട്ട് അത്യാവശ്യം ഇല്ലേ? ഉണ്ട് അവന് അത്യാവശ്യം ഉണ്ട്. നിനക്കില്ല അത്യാവശ്യം ഉണ്ട്. பலமணி PS அன்னைக்கு ஒரு பாட்டு பாடுற ஃப்ரெண்ட் வந்தான்ல அவன் எங்க? അവൻ മാൾട്ടയ്ക്ക് പോയി. മാൾട്ടാവാ? അതെന്നെ സ്ഥല ഇന്റർനാഷണൽ. പിന്നെ നടക്കട്ടെ. കാണാവേ. ബൈ. കാടില്ല. പാവം ചേച്ചിയല്ലേ? ഒരു ചായ കുടിച്ച് പോവായിരുന്നു. ചായ തേങ്ങ. എടേ നീയൊക്കെ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. നാഗാലാൻഡോ നേപ്പാളിലോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. പോയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് വന്നാ മതി. ഇനിയിപ്പം വന്നില്ലേലും പ്രശ്നമില്ല. എടാ നീ അങ്ങനെ പറയല്ലടാ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. എന്റെയും. എടാ നീ കൈ ഒഴിഞ്ഞാൽ ഞങ്ങക്ക് പോവാൻ വേറെ ഒരു സ്ഥലവും. ഞാൻ കഴിയും. അല്ല പിന്നെ അമ്പലത്തിൽ പോയി മാല ഇടുന്നതിന് മുമ്പ് ഒരു ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞിടായിരുന്നോടാ. എടാ അതെ ശരിക്കും ഇന്ന് രാവിലെയാണ് എല്ലാം തീരുമാനിച്ചത്. 6:50. 8:10 രണ്ടും കൂടെ മാനത്ത് എന്നാ മാനത്തൊലി നോക്കിക്കൊണ്ടിരിക്കുക. എടാ ഞങ്ങൾ അങ്ങോട്ടും പോവൂല. എന്തിനാ? ആദ്യത്തെ കല്യാണല്ലേ, കുറച്ചേരം ഇതിട്ടോണ്ടിരിക്കട്ടെ. ഇതൊക്കെ ഒരു ലുക്കല്ലേ? എത്തിയോ രണ്ടും കൂടെ? നേരം വെട്ടം വീണപ്പോ ഇവിടെ ഇറങ്ങി പോയതാണല്ലോ. താങ്കൾക്ക് ഇന്ന് 2 വിരുന്നുകാരുണ്ട്. ആര്? കുഴിപ്പള്ളത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? കുഴിപ്പളത്ത് നിന്ന് ആര് വരാനാ? ഇത് കേശുവിന്റെ 2 ഫ്രണ്ട്സ്. എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. அம்மா கேசோட ஒரு ஃப்ரெண்ட் அன்னைக்கு வந்தாங்கல்ல அந்த பொண்ணு வர்றா. കേശുവിനെ കാണാൻ ഒരുപാട് പെമ്പിള്ളാർ വരുന്നില്ല. അതിലേത് പെണ്ണ്? அம்மா இது அது இல்ல, ஒரு பையன் வந்தால அழகா பாட்டெல்லாம் பாடுறது. അച്ഛനൊക്കെ എന്നാ വരുതേ? அல்லம்மா அந்த பையன் கூட ஒரு பொண்ணு வந்தாங்கல்ல, சிரிச்சு நல்லா பேசுவாளே. ആ ചിരിച്ചോന്നും എനിക്കറിയത്തില്ല. ഒരു പെങ്കൊച്ചു വന്നായിരുന്നു. அந்த பொண்ணு. ആ കൊച്ചിന്റെ പേരെന്തായിരുന്നു? பாலாமணி PS. ബാലാമണി PS. ചിരിച്ച് കൊള്ളാം. മാലയൊക്കെ പിടിച്ച് നോക്കാം. അളിയാടേ നീ ഞാൻ പറഞ്ഞ ഒന്ന് കേള്. എടാ സംഭവം രണ്ടും കൂടി ഇങ്ങോട്ട് കയറി വന്നേക്കടാ. എടാ നമ്മുടെ എന്റെ വീട്ടിലോട്ട്
ആ ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എടാ രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ലെന്ന്. ഏതോ അമ്പലത്തിൽ പോയി മാല ഇട്ടുകൊണ്ടാണ് വന്നേക്കണേ. ഇവിടെ നടക്കണതൊക്കെ നീ കാണണം. എടാ ഭാര്യയും ഭർത്താവിനെയും പോലെടാ. എടാ എടാ മകളെടാ, എടാ ഞാൻ ഒരു കാര്യം ചേട്ടാ, ഞാൻ ഇവരെ നിന്റെ വീട്ടിലോട്ട് വിട്ടിട്ടാ? അല്ല ഞാൻ തന്നെ കൊണ്ടുവരാം. നല്ല നേരം പോക്കായിരിക്കൂടാ. ഹലോ ഹലോ ശിവി, ഹലോ ഹലോ. തെണ്ടി വെച്ചിട്ട് പോയി. എന്തരടാ നിങ്ങള് കാണിക്കണേ? ഇന്നടുത്തേക്ക് നീ ആടുത്ത് വെച്ചിട്ടാണ് മാല ഇട്ടത്? എന്തായാലും കല്യാണം കഴിഞ്ഞല്ലേ, മാലയൊക്കെ ഇരിക്കട്ടെ. അവന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ ശവം അടക്കും. ഇപ്പൊ എന്തിനാണ് എടുത്തോണ്ടിരുന്ന രണ്ടും കൂടെ? ഫോട്ടോ എടുത്താളിയാ എന്തായിരുന്നു? സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങനെ എല്ലാരെയും കാണിച്ച് സൂപ്പറാക്ക. ആദരാഞ്ജലി കൂടെ അടിയിൽ എഴുതി അങ്ങിട്. അപ്പൊ കറക്റ്റ് ആയിരിക്കും. കണ്ടാടി കണ്ടാ എവന്റെ ബുദ്ധി കണ്ടാ? നീ ഇപ്പൊ ഒളിച്ചോടി വന്നെയാണോ? അപ്പൊ ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് എങ്ങനെ ഉണ്ടാവും? അങ്ങനൊന്നും പറയാതെടാ, എന്റെ ജോ പാവാ. എന്റെ ജോ തേങ്ങ. ചേട്ടാ ഹലോ ഹലോ. മാലയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങള് കല്യാണം കഴിഞ്ഞാണോ? അതേലോ. എന്താ അതല്ലോന്ന്? എന്താടി എന്തൊക്കെ അറിയണോ നിനക്ക്? ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. പറട്ടാ ഞങ്ങളെങ്ങനെയുണ്ട്? മാച്ചാണോ? ചേട്ടാ തലവേദന എടുക്കുന്നോ? പറ, തലവേദന എടുക്കുന്നോന്ന്. ആന്റി, അവരുടെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാലയല്ലേ? ஆமா லெச்சு, ஒருவேளை அவங்க கல்யாணம் செஞ்சிருப்பாங்களோ? ഏയ് പൊടിപ്പിള്ളേരല്ലേ. பொடி பிள்ளைன்னெல்லாம் சொல்லாத, இதுதான் இப்போத்த ட்ரெண்டு. நீ கேட்டிருக்கல, எல்லோளம் தரி பொன்னெந்தினா தஞ்சாவூர் பட்டெந்தினா. லெச்சு, இப்ப எல்லாரும் இந்த ஏஜ் ஆகிறதுக்கு வெயிட் பண்ணிட்டு இருக்காங்க திருமணம் செய்ய. ഇനിയിപ്പോ അതായിരിക്കുമോ കേശുവിന് മൊത്തത്തിലൊരു വെപ്രാളം? ஒருவேளை கேசுவா இருக்கும் சாட்சி. ദൈവമേ പണി പാളിയാ. വീട്ടിലുള്ളവരെ കുഴി ചാടിക്കാന്ന് പോരാനിട്ടാണോ നാട്ടുകാരെയും കൂടെ ചാടിക്കണത്? ஒன்னும் சொல்ல முடியாது, உன்னோட தானே தம்பி சேவான். എന്റെ വന്നേ. ചേട്ടാ ചേട്ടാ ചേട്ടാ. ഇവരുടെ കല്യാണം കഴിഞ്ഞാ? ആഴ്ച കല്യാണം കഴിഞ്ഞു. ഇന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞേ? ഇവര് പറഞ്ഞപ്പോ ചേട്ടൻ കേട്ടല്ലേ? എടാ എന്തൊക്കെയാണ് ഇത്? ചേച്ചി കല്യാണം ആറ് മക്കളെ കല്യാണം വിശ്വസിച്ചല്ലേ? ആര് വിശ്വസിച്ചാ? നീ വിശ്വസിച്ചാ? കല്യാണം കഴിഞ്ഞെന്ന് ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല, കല്യാണം കഴിഞ്ഞു, പക്ഷെ അത് ഒറിജിനല്ല. ഒറിജിനൽ അല്ലയാ? അല്ല. പിന്നെ ഇത് നമ്മുടെ മറ്റേ അതാണ്. ഏതാണ്? നമ്മുടെ ഈ പുതുതലമുറക്കുള്ള മെസ്സേജാ? என்ன மெசேஜ்? சின்ன குழந்தைங்க எல்லாம் சீக்கிரம் கல்யாணம் செய்யணும்னா? അല്ല, ചിന്ന കുഴந்தைയൊക്കെ സീക്രം കല്യാണം ചെയ്യാൻ പാടില്ല എന്നുള്ള മെസ്സേജ്. എന്റെ സ്വഭാവം അറിയാലോ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അയ്യോ ചേച്ചി, ഞാൻ സത്യമാണ് പറയണത്. അതായത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ വളരെ ചെറുതിലെ ഭയങ്കര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം അവർ നേരിടേണ്ടി വന്ന പ്രശ്നം അതിലും വലിയ പ്രശ്നമാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത പിള്ളേർ കല്യാണം കഴിക്കുന്നത്, പിന്നെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേർ കല്യാണം കഴിക്കണത്, പിന്നെ ഒരു വിവരവും ഇല്ലാത്ത ചിലങ്ങൾ കല്യാണം കഴിക്കണത്, അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ചേച്ചി? അപ്പോൾ ആ പ്രശ്നത്തിനെ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു തെരുവ് നാടകം കളിക്കാൻ പോകുന്നു. അതാണിത്. അതിന്റെ റിഹേഴ്സലാണ് നടന്നത്. നാടകത്തിന്റെ പേര്? നാടകത്തിന്റെ പേരെന്താ? എവിടെയും പറഞ്ഞു. ഈ 18 കെട്ടും 18ന്റെ പണിയും. അപ്പൊ ഈ നാടകത്തിന്റെ എഴുത്തും സംവിധായകനൊക്കെ നീ തന്നെ ആയിരിക്കും? ഞാൻ അല്ലാതെ വേറെ ആരല്ലടാ. ഇവ എന്റെ നായകൻ, ഇവ നായിക.
ആന്റി ഈ പറഞ്ഞൊക്കെ വിശ്വസിച്ചല്ലോ അല്ലേ? நல்லா நம்பிட்டேன். ബാലമണി PS എത്ര നാളായി തുടങ്ങിയിട്ട്? എന്തോന്ന് റിഹേഴ്സലേ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇപ്പം 2 മാസം. 2 മാസം കൊണ്ട് നമ്മൾ പ്ലാനിങ്ങിലാണ്. ഇപ്പം ഇവിടെ വന്ന് നിൽക്കണ്. ശരി എന്നാ മക്കളുടെ റിഹേഴ്സൽ നടക്കട്ടെ. கேசோ இந்த மாலையெல்லாம் മാല പ്രോപ്പർട്ടി ഞാൻ മേടിച്ചത് അല്ല, ഞാൻ പറഞ്ഞിട്ട് ഇവര് മേടിച്ചത്. தள்ளு. ഇത് വൈറ്റില കൃഷ്ണൻ കോവിൽ മാല தானே? എങ്ങനെ മനസ്സിലായേ? അതെല്ലാം എനിക്ക് தெரிஞ்சது. കനകാന്റി വേറൊന്നുമല്ല, ഇത് ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഞാൻ അവരുടെ അടുത്ത് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറഞ്ഞതാ അല്ലേ? അതെ അതെ. നമ്പിട്ടേണ്ടാ കേസോ? പോളാം. ചേട്ടാ ഈ നാടകത്തിലെ എന്നെ കൂടെ കൂട്ടുവോ? കേറിപ്പോടി. ഊഫ്, എടാ കേശു സീൻ ഐഡിയ. ഈ തെരുവ് നാടകം പറഞ്ഞില്ലേ, അതൊരു വിശ്വസിച്ച്. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞു ഈ മാല ഇട്ടോണ്ട് എന്റെ ഫ്രണ്ടിൽ നിൽക്കില്ലെന്ന്. ദൂരല്ലടാ, ഞങ്ങൾ ആദ്യം ഇട്ടിട്ട മാലയല്ലേ, ഞങ്ങൾക്കിത് മരണം വരെ സൂക്ഷിക്കും. എന്റെ മരണം വരെയാണോ? നീ ഒന്നും ശരിയാവില്ല. അളിയാ നമ്മളിനി എന്ത് ചെയ്യും? ഏത് നമ്മള്? നമ്മൾ എടാ നിങ്ങളോട് ഞാൻ ആദ്യം എന്തുവാ പറഞ്ഞേ? നിങ്ങൾ വേറെ എങ്ങോട്ടേലും നാട് വിട്. നിങ്ങൾ വീട്ടിൽ നിന്നാ ശരിയാവൂല. വീട് വിട്ടുന്നില്ല. എടാ മാറി നിക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ വീട് വിട്ടുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാവൂല. അതെന്തിനാ ശരിയാവത്തെ? എടാ പോടാ, ലച്ചുവച്ചിക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ കേശു? എന്റെയും. ചേച്ചിക്ക് മനസ്സിലാവും. ആവും. ഇറക്കി വിട്ടാലും പോവില്ല ഇതൊന്നും. എന്തു ചെയ്യാ? എനിക്കല്ലേലും ഇങ്ങനെ വഴിപട മൊത്തം വണ്ടി വിളിച്ചു വരും. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയേട്ടാ? എനിക്ക് ടെൻഷൻ നിന്റെ തരും പറഞ്ഞേ. ചേട്ടാ ചേട്ടന്റെ തലയൊന്ന് തണുക്കാൻ വേണ്ടി കേട്ടോ ചേട്ടന്റെ അടുത്ത് ചെയ്തേ. എന്തൊരു ചെയ്തേ? മസാജ്. നീ കേറി പോയാ മാറേ. ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറ. ചേട്ടൻ ഒരു കുഴപ്പമില്ല. നീ ഇവിടെ നിന്ന് പോയി തരണം. എനിക്ക് വലിയൊരു സഹായം. നീ ഇനി ഇവിടെ നിന്ന് സത്യമായിട്ട് പറയുക. ഞാൻ എന്തായാലും ചെയ്യും. ഞാൻ പറപ്പോ. നീ കൊച്ചിന്റെ അടുത്ത് ചൂടാവണം എന്തിനാ? ഒന്നുമില്ല ചേച്ചി. ചേട്ടന് ഭയങ്കര ടെൻഷൻ. ചേട്ടന് ഭയങ്കര ടെൻഷനാണ്. ചേട്ടൻ എന്തൊരു ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്കെന്തൊരു ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല. പിന്നെ എനിക്ക് കുറച്ച് സമാധാനം തന്നാ മതി. തരാൻ പറ്റുമോ? ചേച്ചി ചേട്ടന് സമാധാനം കൊടുക്ക്. ചേച്ചി പോ. ചേച്ചി ഇവിടെ പോയി. നീ പോടി ആദ്യം. പോടി. ഞാൻ പോത്തില്ല. കൊച്ചി നിന്റെ കപ്പിൾ ഫ്രണ്ട്സ് പോയോടാ? അവര് പോയൊന്നുമില്ല. ഓ അപ്പൊ അവര് കപ്പിളാണ്. അവര് കപ്പിളൊന്നും അല്ല. അവര് ഫ്രണ്ട്സ് ആണ്. ജസ്റ്റ് ഫ്രണ്ട്സ്. നാടകം നാടകോ? അല്ല നാടകമേ റിഹേഴ്സല് എവിടെ വരെ ആയി കേശു മോനെ എന്ന് ചോദിക്കുകയായിരുന്നു. തെരുവ് നാടകത്തിന്റെ റിഹേഴ്സൽ അത് കുഴപ്പമില്ല, പോകുന്നുണ്ട്. വലിയ വിഷയമൊന്നുമില്ല. അതെ നിങ്ങൾ ദയവേദന പോ. എനിക്ക് കുറച്ച് പ്രൈവസി തരുമോ? പോ. നിന്റെ കപ്പിൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. കപ്പിളല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ഫ്രണ്ട്സ് പക്ഷെ അവര് തമ്മിൽ നല്ല മാച്ചിങ് ആണ്. നല്ല മാച്ചിങ് ആണെന്ന് ഞാനും പറഞ്ഞു ചേച്ചി. അവരത്ര നല്ല മാച്ചിങ് ഒന്നും അല്ല. കൊച്ചു വായിൽ വലിയ വർത്തനം പറഞ്ഞോണ്ടല്ലോ അവര് പോയി. പോടി പോടി. നോക്കി പിടിപ്പീണ ഒന്ന് പോയേച്ചി. കാല് പിടിക്കാൻ ഞാൻ ഒന്ന് പോ പ്ലീസ്. ഒന്ന് സമാധാനമായിട്ടിരുന്നോട്ട്. നിനക്കത്തെ സമാധാനത്തിന് കുറവ്? ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ. ശരി എന്നാ. കല്യാണത്തെ നില നിങ്ങളാ പാട്ട് പാടിയത്? ശവത്തെ കുത്തിക്കൊണ്ട് പാട്ട് പാടിയതും പോരാ.
അതെ. ഓ ജോ, പറഞ്ഞു. നമ്മളെ ആ. ഹണിമൂൺ എവിടെയാ പോവാ? ഹണിമൂണിനോ? ഉം. എന്റെ ബാലയ്ക്ക് എവിടെ പോണ്ടേ? എവിടെ പോയാലും കുഴപ്പമില്ല, ജോ എൻ്റെ കൂടെ ഉണ്ടായാ മതി. ഞാൻ ഉണ്ടാവില്ല എന്റെ കൂടെ എപ്പോഴും. ബാല, അതെ, ബാലയുടെ അഭിപ്രായത്തിലേ നമുക്ക് എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം? കുട്ടികള് ഒരു 6 കുട്ടികളായാലോ? 6? അതിനെന്താ ഞെട്ടണേ? അല്ലേ, 6 കുറച്ച് ഓവറല്ലേ? അയ്യെന്തോർ, നമ്മുടെ കുട്ടികളെ ഞാൻ നോക്ക പോലെ. അങ്ങനെയാണെങ്കി ഓക്കെ. എന്താ ഇവിടെ പരിപാടി? ജോക്ക് മനസ്സിലായില്ലേ? ഇതാണ് കേശുവിന്റെ അമ്മൂമ്മ. അമ്മൂമ്മ എനിക്കറിയാം. അല്ല, നിങ്ങൾ രണ്ടുപേരും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അമ്മൂമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കേശുവിന്റെ കൂട്ടുകാരൻ. പണിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറില്ലേ കേശുവിനെ? ജോഷുവ. അമ്മൂമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? ബാലാമണി PS, കേശുവിന്റെ കോളേജിൽ പഠിക്കുന്നത്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്. കേശുവേ, കേശു, കേശുവേ. എന്താ അമ്മൂമ്മ? എന്താടാ ഇത്? എന്താ എന്തോ നടാ ഇത്? പ്രാക്കാണോ? ഇത് പാർക്കാണോന്ന്? നമ്മുടെ വീടല്ലേ? അപ്പൊ ആ ഒരു ചിന്തയുണ്ടോ നിനക്കില്ല? അമ്മൂമ്മ വന്നേ, നീ പറഞ്ഞോ. നിന്റെ ലീലാവിലാസങ്ങൾ പൊറാഞ്ഞിട്ടാന്നോ കോളേജിൽ നിന്ന് കുറെ എണ്ണത്തിനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നേക്കുന്നേ? അമ്മൂമ്മ എന്തോന്ന് അമ്മൂമ്മ? ഞാൻ തേങ്ങ എടുക്കാൻ അവിടെ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ അവിടെ കൊച്ചുങ്ങൾ എത്ര വേണമെന്നുള്ള ആലോചന നടക്കുന്നു. പല്ല് കടിച്ച് പൊട്ടിക്കണ്ട. എടാ കേശു, നിന്റെ അമ്മൂമ്മ നിന്നെ പോലെ അല്ലേ, ഭയങ്കര മോറൽ പോലീസിംഗ് അല്ലേ? എന്ന് വെച്ചാ അമ്മൂമ്മ സദാചാര പോലീസാണ്. എന്റെ വീടേ പ്രേമിക്കാനുള്ള പ്രാക്കല്ല, പാർക്കല്ല. ഇവരോടത്ത് പ്രേമിക്കുമായിരുന്നോ? ഞാനേ തേങ്ങ എടുക്കാൻ വന്നപ്പോ ഇതാണ്, നിങ്ങൾ എല്ലാരും ഞെട്ടിയില്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്, ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. വിജയിക്കും, വിജയിക്കൂടാ, വിജയിക്കും, ഇത് വിജയിക്കും. മനസ്സിലായില്ല? ഞാൻ നേരത്തെ നാടകത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ചേച്ചി. ഇതാണ് നമ്മുടെ തെരുവ് നാടകം, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് ഇവര് രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ ഏതെങ്കിലും തെരുവിന്റെ സൈഡിൽ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മയെ പോലെ, അമ്മൂമ്മ ഇപ്പം വന്നല്ലോ, അതേപോലെ അവിടെ തെരുവിൽ നാടകം കളിക്കുമ്പോൾ ഏതെങ്കിലും മാമന്മാരോ മാമിമാരോ വരും. അങ്ങനെ പ്രശ്നം ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഞങ്ങൾ phase 2 പോകും. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് ആണ്. ആ ക്ലൈമാക്സിലൂടെ നമ്മൾ ഹിറ്റ് ആവും. അല്ലടാ? പിന്നെ ഇവൻ എന്തൊക്കെയായി പറയുന്നേ? നമ്മുടെ കേശുവേ കോളേജിൽ നാടകം ചെയ്യുന്നു. ജോഷുവ നായകൻ, ബാലാമണി PS നായിക. അതിന്റെ പ്രാക്ടീസ് ആണെന്നാ പറയണേ. ഓ, നാടകമായിരുന്നോ? കേശു, இந்த നാടകത്തില് നീയും നടിക്ക പോറിയാ? അവൻ ഗസ്റ്റ് റോൾ അല്ലേ ആന്റി, കൂടെ ഡയറക്ഷനും. തന്നെ അമ്മൂമ്മ. പിന്നെ ഞങ്ങള് എന്നാ പിന്നെ നിങ്ങളുടെ നാടകം നടക്കട്ടെ. നടക്കട്ടെ. உங்களுக்கு பசிக்கும் போது சொல்லுங்க, நான் ஃபுட் கொண்டு தரேன். ശരി. നീ അവിടെ ഇല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ അറിയത്തില്ല, ഞാൻ ചോദിക്കുകയാണ്. എടാ, ഞങ്ങൾ ഈ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കായിരുന്നു. ഫ്യൂച്ചർ തേങ്ങ, നിനക്കൊന്നും ഒരു ഫ്യൂച്ചറും ഇല്ല. നിന്റെ അച്ഛനും മാവനുമേ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു ത്രില്ലായ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.